ഇപ്പൊ നിലവില് ഒരു കുറച്ചു മുമ്പ് കിട്ടിയ ഒരു കണക്കനുസരിച്ച് 167 പേരുടെ ബോഡികളാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു രക്ഷാദൗത്യം. വളരെ റിസ്ക്കുള്ള പ്രദേശമാണെന്ന് അറിയാം. ആ രക്ഷാ പ്രവർത്തനം വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നിലവിൽ അവിടെ. കറക്റ്റ് ഒരു വിശദാംശങ്ങൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു അരമണിക്കൂറിൽ അവിടെ നിന്നുള്ള ഫീഡ്ബാക്ക് എടുക്കുന്നതാണ്. നിലവിലുള്ള സിറ്റുവേഷൻ വെച്ചാൽ ഇപ്പൊ നിലവിൽ അവിടെ രക്ഷാപ്രവർത്തനം ത്വരിതഗതിയിൽ നടക്കുന്നു എന്നുള്ളതാണ്. ഇനിയും 200-ലേറെ പേർ മണ്ണിനടിയിൽ ഉണ്ടെന്നുള്ളതാണ് ഒരു നിഗമനം, പൊതുവിലുള്ളൊരു നിഗമനം. മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതകളാണ് ഉള്ളത്. കാരണം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മൾ ഇന്നലെ സംസാരിക്കുമ്പം ഈ പലരും ഈ ഉയർന്ന ഭാഗങ്ങളിലേക്ക് അതോടെ ഈ ചില റിസോർട്ടുകളിലേക്കൊക്കെ മാറി താമസിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ ഈ കാണാനില്ല എന്ന് പറയുന്ന 200 പേരിൽ അവരവിടെയൊക്കെ സുരക്ഷിതരായി ഇരിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാമോ? ഈ 200 പേരെന്നുള്ളത് ഒരു കൃത്യമായ കണക്കല്ല. നമ്മൾ അവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അവിടെ ഇന്നലെ ആ മുണ്ടക്കയിലെ റിസോർട്ടുകളിലും മറ്റും ഉണ്ടായിരുന്ന കുറെ ആളുകളെയൊക്കെ ഇന്നലെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നലെ നേവിയുടെ ഹെലികോപ്റ്റർ വന്നിരുന്നു. അവിടുന്ന് അവരെ എയർലിഫ്റ്റിംഗ് വഴി കുറെ ആളുകളെ ഇക്കരെ എത്തിച്ച് ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദ്ദേശം പറയുന്നുണ്ട്. കാരണം അവിടെയുള്ള ആളുകളെല്ലാം പലപ്പോഴും ബന്ധുവീടുകളിലൊക്കെ മറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും താമസിക്കാൻ പോകുന്നൊക്കെ ഉള്ള സ്ഥിതിവിശേഷം ഉള്ളത് കൊണ്ട് തന്നെ എത്ര പേര് ആ സമയത്ത് എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അവിടുത്തെ റെസിഡന്റ് അസോസിയേഷന്റെ അദ്ദേഹത്തിന്റെ ഒരു കണക്കനുസരിച്ച് ചൂരൽമലയിൽ മാത്രം 105 കുടുംബനാഥന്മാരുടെ ലിസ്റ്റ് അവരെടുത്ത് പബ്ലിഷ് ചെയ്തു. 105 വീടുകൾ. അപ്പൊ 105 കുടുംബനാഥന്മാരെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 105 എന്ന് പറയുമ്പോൾ ഒരു ശരാശരി 4 പേരൊക്കെ ഒരു വീട്ടിൽ വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള ആൾനാശം സംഭവിച്ചു എന്നുള്ളതാണ് ആ കണക്ക് പറയുന്നത്. ആ കണക്കും അദ്ദേഹം ഒരു ആധികാരിക കണക്കായിട്ട് ഞാൻ പറയില്ല. കാരണം അദ്ദേഹം അവിടുത്തെ അസോസിയേഷന്റെ ആളെന്ന രീതിയിൽ അദ്ദേഹം പുറത്തുവിട്ട ഒരു കണക്കാണ്. തീർച്ചയായിട്ടും മരണസംഖ്യ ഇനിയും 300 കടക്കാനുള്ള സാധ്യതകളൊക്കെ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയും. രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട കൃത്യമായ വിശദാംശം നമുക്ക് കുറച്ചുകൂടെ സമയം കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ വേണ്ടി. ഒരു കാര്യം കൂടി, ഇപ്പൊ മുണ്ടക്കയിലേക്ക് ആർമി എത്തിയിട്ടുണ്ട്. അവിടെ ആരെങ്കിലും ഇതുവരെ മൃതദേഹങ്ങൾ മാത്രമാണ് കണ്ടെത്താൻ കഴിയും. ഈ പുഞ്ചിരിമട്ടത്തെ സ്ഥിതി എന്താണെന്ന് അറിയോ ഷാജി? പുഞ്ചിരിമട്ടത്തെന്നാണല്ലോ അതാണല്ലോ ഇതിന്റെ ഒരു പീക്ക് പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ നിന്നാണല്ലോ ഇതിന്റെ ഉരുൾപൊട്ടലിന്റെ ആരംഭം ഉണ്ടായിട്ടുള്ളത്. അപ്പം അവിടെ നിന്ന് അതിന്റെ താഴ്ഭാഗത്തുള്ള വീടുകൾ, അതിനോട് ചേർന്നുള്ള വീടുകളൊക്കെയാണ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. പുഞ്ചിരിമട്ടം മേലെ ഭാഗം ഒരു വലിയ എസ്റ്റേറ്റ് ഒക്കെ ഉള്ളതാണ്. അവിടെ ഒരു കാർഡമം പ്ലാന്റേഷൻ ഒക്കെ ഉള്ളതാണ്. അപ്പൊ പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ലയങ്ങളും ഉണ്ടാവില്ലേ? അവിടെ തൊഴിലാളികൾ ഉണ്ടാവില്ലേ? അല്ല, ഈ ലയങ്ങള് അപകടത്തിൽപ്പെട്ട ലയങ്ങൾ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ പ്രധാനമായിട്ട് ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ ലയങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ഏലത്തോട്ടത്തിൽ ലയങ്ങൾ ഉണ്ടോ എന്നതിനെ കുറിച്ച് വ്യക്തമായൊരു അറിവ് എനിക്ക് നിലവിലിപ്പോ ഇല്ല. അപ്പൊ പുഞ്ചിരിമട്ടത്തേക്ക് ഇതുവരെ ആർക്കെങ്കിലും പോവാൻ കഴിഞ്ഞിട്ടുണ്ടോ? പുഞ്ചിരിമട്ടത്തേക്ക് ഇന്നലെ വൈകുന്നേരം രാത്രി വരെ ആർക്കും പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പിന്നെ അവരെല്ലാം എയർലിഫ്റ്റിംഗ് വഴി കൊണ്ടുപോകാനുള്ള സാധ്യതകളാണ് ഇപ്പൊ നിലവിലുള്ളത്. അതും വിശദാംശങ്ങൾ കുറച്ച് സമയത്തിന് ശേഷമേ കിട്ടുകയുള്ളൂ. ഇപ്പൊ ഷാജി, ക്യാമ്പുകളിലേക്ക് ഭക്ഷണം എത്തിക്കാനുള്ള ശ്രമത്തിലാണെന്ന് പറഞ്ഞു. നിലവിലെ ക്യാമ്പുകളിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഇപ്പൊ നമ്മളിത് കാണുന്ന ആളുകൾക്ക് സഹായിക്കാൻ കഴിയുമല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ്. തീർച്ചയായിട്ടും ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതിനുള്ള ഞങ്ങൾ ഈ സമയം വരെ ചർച്ച ചെയ്തുകൊണ്ട് ഒരൊറ്റ കാര്യമാണ്. ഇപ്പൊ നിലവിലുള്ള ഒരു സിറ്റുവേഷൻ, അവർക്ക് വേണ്ട ഇമ്മീഡിയറ്റ് റിലീഫ് എന്ന് പറയുന്നത് ഫുഡ്, അവർക്കുള്ള വസ്ത്രങ്ങളും മറ്റ് സാധന സാമഗ്രികളൊക്കെയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്നത്. അത് എല്ലാവരും കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുമ്പിലുള്ള ഒരു വെല്ലുവിളി, വയനാടൻ ജനതയുടെ മുമ്പിലുള്ള ഒരു വെല്ലുവിളി, ഭരണകൂടത്തിന്റെ മുമ്പിൽ വെല്ലുവിളി എന്ന് പറയുന്നത് ഇവരുടെ റിഹാബിലിറ്റേഷൻ ആണ്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു, ഇതൊരു ഇക്കോളജിക്കൽ ഫ്രജൈൽ ഏരിയ ആണ്. കാരണം അവിടുത്തെ മണ്ണിന്റെ ഘടനയും പാറയും കാര്യങ്ങളും ജിയോളജിയും ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരിനി അങ്ങോട്ട് അവിടേക്ക് ഇനി താമസിക്കാനായിട്ട് തിരിച്ചു പോകുമോ എന്നുള്ളത് തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണല്ലോ. ഇനി അങ്ങനെയല്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വേണ്ടത് അവരെ പുനരധിവാസമാണ് പ്രധാനപ്പെട്ടത്. അവരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാൻ ഒരു 5 സെന്റ് മണ്ണും ഒരു കുഞ്ഞു വീടും വെച്ചു കൊടുക്കുന്ന ഒരു വലിയ ഉദ്യമമാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകരുടെ ഞങ്ങളുടെ മുന്നിലുള്ള ആശയം എന്ന് പറയുന്നത്. വലിയൊരു ടാസ്ക് ആണ്, ഹിമാലയൻ ടാസ്ക് ആണ്. 500-600 കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുക എന്നുള്ള റിസ്ക് ആണ്. പക്ഷെ ഇനി അവരവിടെ താമസിക്കുന്നത് അത്യന്തം അപകടകരമാണ്. കാരണം ആ പ്രദേശം ഒരിക്കലും അവർക്ക് അവിടെ ഇനി സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്ന ഒന്നല്ല. കേരള സമൂഹം ഉണരേണ്ടത് ഈ പറയുന്ന കുടുംബങ്ങളെ, പാവപ്പെട്ട കുടുംബങ്ങളെ ഒരു നല്ല സേഫായ സ്ഥലത്തേക്ക് മാറ്റി താമസിക്കും.